സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. തഖ്വ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ആരാധനാ കർമ്മങ്ങളുടെയും ലക്ഷ്യമാണ്. പടച്ച തമ്പുരാനെ എന്തിനാരാധിക്കണം എന്ന ചോദ്യത്തിന് ഖുർആൻ പറയുന്ന ഉത്തരം തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ് പടച്ച തമ്പുരാനെ ആരാധിക്കുന്നത് എന്നാണ്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 20-ാമത്തെ വചനം. അവിടെ പരിശുദ്ധ ഖുർആൻ മാനവരാശിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാനെ ആരാധിക്കാൻ വേണ്ടി പറയുന്നു. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നത് നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. എന്താണ് തഖ്വ? തഖ്വ എന്താണ് എന്ന് വിശദമായി പണ്ഡിതന്മാർ വിശദീകരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തഖ്വയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തിന്മകളിൽ നിന്ന് മാറി നിൽക്കലാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. പടച്ച തമ്പുരാൻ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളും പടച്ച തമ്പുരാന്റെ നിരീക്ഷണത്തിന് കീഴിലാണ് ചലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി തിന്മകളിൽ നിന്ന് മുഴുവൻ മാറി നിൽക്കലാണ് തഖ്വയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തലം. പടച്ച തമ്പുരാനെ ആരാധിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ സജീവമായി നിലനിൽക്കാനാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ സജീവമായി നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സദാസമയവും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധമുണ്ടാകാനാണ്. ആ ബോധമുണ്ടാകുന്നതാകട്ടെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാധനകളുടെ ലക്ഷ്യമെന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ വ്യക്തമാക്കപ്പെടേണ്ട ഒരു വസ്തുതയുണ്ട്. ദൈവത്തെ ആരാധിക്കുക എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഏർപ്പാടല്ല. ആരാധനാ സമ്പ്രദായങ്ങൾ എല്ലാ മതത്തിലുമുണ്ട്. പക്ഷേ ആ മതങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ആരാധനാ സമ്പ്രദായങ്ങളുടെ ലക്ഷ്യമെന്താണ് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ഹിന്ദു സുഹൃത്തുക്കളോട് അവർ പൂജിക്കുന്ന ദേവന്മാരെയും ദേവതകളെയും കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. അവർ എന്തിനു വേണ്ടിയാണ് അവരെ പൂജിക്കുന്നത്? അവരുടെ തറവാട്ടിൽ കുടിയിരുത്തപ്പെട്ടിട്ടുള്ള പരദേവതയ്ക്ക് വേണ്ടി നിവേദ്യങ്ങൾ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ പരദേവതയ്ക്ക് ചില നിവേദ്യങ്ങൾ അർപ്പിക്കേണ്ടത് അവരുടെ കടമയാണ്. ആ നിവേദ്യങ്ങൾ അർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പരദേവത കോപിക്കും. പരദേവത കോപിച്ചാൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, തറവാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രശ്നപരിഹാര ക്രിയകൾ നടത്തേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ ഒരു തലമുറയുടെ മൊത്തം മനസ്സമാധാനം തകരും. അതില്ലാതിരിക്കുവാൻ വേണ്ടി ആ പരദേവതയെ പൂജിക്കാനും നിവേദ്യങ്ങൾ സമർപ്പിക്കുവാനും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുവാനും അവർ സന്നദ്ധമാകുന്നു. ഇവിടെ ദൈവമെന്ന് പറയുന്നത് നമ്മുടെ നേർച്ചകൾ കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മുടെ നിവേദ്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ആരാധനകൾ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു ദൈവമാണ്. ആ പ്രയാസം നമ്മോട് പകയുടെ രൂപത്തിൽ തീർക്കുന്ന ഒരു ദൈവമാണ്. ആ പ്രയാസം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ സന്തോഷിപ്പിക്കുവാനാണ്, വീട്ടിൽ പ്രശ്നമില്ലാതിരിക്കുവാനാണ്, വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുവാനാണ് പലപ്പോഴും ഈ രീതിയിലുള്ള പൂജാ നിവേദ്യങ്ങൾ അർപ്പിക്കപ്പെടുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ആരാധനയുടെ ലക്ഷ്യമായി പറയുന്നത് ഇതല്ല. നമ്മുടെ നിവേദ്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മുടെ നേർച്ചകൾ കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മുടെ സ്തോത്ര കീർത്തനങ്ങളും ആരാധനകളും കിട്ടിയിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാന് എന്തെങ്കിലും പ്രയാസമുണ്ട് എന്നല്ല ഖുർആൻ പറയുന്നത്. മറിച്ച് ദൈവം തമ്പുരാനെ ആരാധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നാം വിജയിക്കണമെങ്കിൽ നമുക്ക് തഖ്വയുണ്ടാകണം. തഖ്വയാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിർഗളിക്കുന്നത് അള്ളാഹുവിനായുള്ള ആരാധനാ കർമ്മങ്ങളിൽ നിന്നാണ്. അവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ വേണ്ടി, നമുക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവിടെ അവസാനിപ്പിച്ചില്ല ഖുർആൻ. പടച്ച തമ്പുരാൻ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മരണാനന്തരം കൃത്യമായി നിങ്ങളെല്ലാവരെയും പടച്ച തമ്പുരാൻ വിചാരണ ചെയ്യുമെന്നാണ്. നിങ്ങളെല്ലാവരെയും മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ കൃത്യമായി നിങ്ങളുടെ ചെയ്തികളെ മുഴുവൻ വിചാരണ ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് ലോകത്തിന് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വർത്തമാനമാണ്. ഇഹലോക ജീവിതത്തിന്റെ പളപളപ്പിൽ മനം മയങ്ങി നിൽക്കുന്ന ആധുനിക ലോകത്തിന് വിശേഷിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളൊന്നും ഇഷ്ടമില്ല. അവിടെ
പരിശുദ്ധ ഖുർആൻ മനുഷ്യരോടായി പറയുന്നു. ഖുർആനിലെ 99-ാമത്തെ അധ്യായം സൂറത്തു സൽസലയിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ യൗമഇദിൻ യസ്തുറുൻ നാസു അഷ്താതൻ ലിയുറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരുപാട് തവണ നമ്മളെല്ലാവരും കേട്ട് തഴമ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. പക്ഷേ ആ ഖുർആൻ വചനങ്ങളുടെ ആശയ ഗാംഭീര്യത്തെക്കുറിച്ച്, അത് ഉൾക്കൊള്ളുന്ന അർത്ഥതലങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകൾ കടന്നു ചെന്നിരുന്നെങ്കിൽ ഈ അധ്യായം കേൾക്കുന്ന മാത്രയിൽ നമ്മളെല്ലാവരും കിടിലം കൊള്ളുമായിരുന്നു എന്നതാണ് സത്യം. ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. മനുഷ്യരെ, നിങ്ങൾ അറിയണം, നിങ്ങൾ വലിയ വലിയ രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കുന്നു, നിങ്ങൾ എഞ്ചിനീയറിംഗിൽ വിസ്മയങ്ങൾ തീർക്കുന്നു, നിങ്ങൾ ഭൗതിക ജീവിതത്തിന്റെ പളപളപ്പുകളിൽ നിന്ന് പളപളപ്പുകളിലേക്ക്, പുതിയ പുതിയ ആസ്വാദനങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അറിയണം, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഈ ഭൂമി അതിനൊരു വിറ വരാനുണ്ട്, അത് ഒരു വിറ കൊള്ളാനുണ്ട്. ആ വിറ കൊണ്ടു കഴിഞ്ഞാൽ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളെ മുഴുവൻ പുറന്തള്ളും. ഈ ഭൂമി മുഴുവൻ തകിടം മറിയും, ഇതാകെ താറുമാറാകും. നിങ്ങളുടെ ഈ ലോകത്തെ സുഖവാസം എന്നേക്കുമായി അവസാനിക്കും. അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാലാകട്ടെ പരിശുദ്ധ ഖുർആൻ നടത്തുന്ന പ്രസ്താവന ലോകത്തിന്റെ ചുമരിൽ കൊത്തിവെക്കേണ്ട പ്രസ്താവനയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നന്മയുടെ ഒരു അംശം ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അതവൻ കാണുക തന്നെ ചെയ്യും. ആരെങ്കിലും തിന്മയുടെ ഒരു അണുമണി തൂക്കം തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മരണാനന്തര ജീവിതത്തിൽ അത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അത് വല്ലാത്തൊരു പ്രഖ്യാപനമാണ്, അത് വല്ലാത്തൊരു പ്രഖ്യാപനമാണ്. ലോകത്ത് ക്രൂരമായ അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളുടെ മുഖത്തു നോക്കിയുള്ള പ്രഖ്യാപനമാണ്. നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഈ സുഖവാസം എല്ലാ കാലവും നിലനിൽക്കുമെന്ന്. ഈ ലോകം തകിടം മറിയും. തകിടം മറിഞ്ഞാൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങൾ ചെയ്ത തിന്മകൾ മുഴുവൻ നിങ്ങൾ അവിടെ കണ്ടെത്തുക തന്നെ ചെയ്യും. അത് ലോകത്തെ എല്ലാ തട്ടിപ്പുകാരോടും വെട്ടിപ്പുകാരോടും കൊള്ളക്കാരോടും കൊലപാതകികളോടും കവർച്ചക്കാരോടും ബലാത്സംഗക്കാരോടും അഴിമതി വീരന്മാരോടും എല്ലാമുള്ള പ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുർആൻ നടത്തുന്നത്. ഇതേപോലെ നിങ്ങളൊരു നന്മ ചെയ്താൽ ആ നന്മ വൃഥാവിലായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ നന്മ മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ കൃത്യമായി കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇതെന്താണ് ഇത്ര പറയാനെന്ന് തോന്നാം. വിശേഷിച്ചും മതദർശനങ്ങളുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതിലെന്താണ് ഇത്ര പറയാൻ എന്ന അത്ഭുതം സ്വാഭാവികമാണ്. പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം സാധാരണയായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ആദിമാതാവിൽ നിന്നും ആദിപിതാവിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ഭാഷക്കാരും ദേശക്കാരും എല്ലാമാക്കി പടച്ച തമ്പുരാൻ മാറ്റിയിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ അത്യുന്നതൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവിടെ ഖുർആൻ നടത്തിയ പ്രഖ്യാപനം മാനവ ചരിത്രത്തിലെ വലിയൊരു വിപ്ലവമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രാധാന്യത്തെ അതിൻ്റെ പൂർണ്ണമായ തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. എന്താണ് ഖുർആൻ പറയുന്നത്? എന്താണ് ഖുർആൻ ഇവിടെ പറയുന്നത്? മനുഷ്യരെ, കളിമണ്ണിന്റെ സത്തിൽ നിന്ന് ആദമിനെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു. ആദമിന്റെ രൂപത്തിൽ പടച്ച തമ്പുരാൻ ആത്മാവിനെ നിക്ഷേപിച്ചു. അതിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചു. ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളായി കോടാനുകോടി മനുഷ്യരുണ്ടായി. ഈ മനുഷ്യർ മുഴുവൻ കളിമണ്ണിന്റെ മക്കളാണ്. ഇവർ മുഴുവൻ മണ്ണിൽ നിന്നുള്ളവരാണ്. ഇവർ മുഴുവൻ ആദമിൽ നിന്നുള്ളവരാണ്. ഇവർ മുഴുവൻ ഹവ്വയിൽ നിന്നുള്ളവരാണ്. തൊലി വെളുത്തവനാണോ, സൗന്ദര്യമുള്ളവനാണോ, സമ്പന്നനാണോ, അധികാരിയാണോ, പ്രമാണിയാണോ എന്നതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങളെല്ലാവരും മനുഷ്യരാണ്. നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. നിങ്ങളെല്ലാവരും മണ്ണിൽ നിന്നുള്ളവരാണ്. നിങ്ങൾക്കിടയിലെ ഗോത്രവൈജാത്യങ്ങൾ, നിങ്ങൾക്കിടയിലെ ഭാഷാ വൈജാത്യങ്ങൾ, നിങ്ങൾക്കിടയിലെ ദേശവൈജാത്യങ്ങൾ അവയൊന്നും തന്നെ നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡമല്ല.
അവയൊന്നും പടച്ചതമ്പുരാൻ പരിഗണിക്കുന്നില്ല. ആ തരത്തിലുള്ള വൈജാത്യങ്ങൾ മുഴുവൻ തിരിച്ചറിയാൻ വേണ്ടിയുള്ള മേൽവിലാസങ്ങൾ മാത്രമാണ്. പടച്ചതമ്പുരാൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ആ ഹൃദയങ്ങളിൽ എന്തുമാത്രം തഖ്വയുണ്ട് എന്നാണ്. റോഡിന്റെ ഓരത്ത് ചെറിയൊരു കുടിൽ കെട്ടി ആ കുടിലിനകത്ത് ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലത്ത് കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ മനസ്സിനകത്തുള്ള തഖ്വ ലോകത്തെ വലിയൊരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ മനസ്സിനകത്തെ തഖ്വയേക്കാൾ കൂടുതലാണെങ്കിൽ പടച്ചതമ്പുരാൻ പറയുന്നു ആ കുടിലിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനാണ്, അവനാണ് വലിയവൻ, ഈ ഭരണാധികാരിയല്ല വലിയവൻ. നിങ്ങൾ ഭൗതിക ലോകത്തിൽ എടുത്തണിയുന്ന ഈ അലങ്കാരങ്ങൾ മുഴുവൻ അർത്ഥശൂന്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ഇത് സാധാരണയായി മനുഷ്യ സമത്വത്തെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഈ വീക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മരണാനന്തര ജീവിതവുമായി കൃത്യമായി നമ്മൾ അതിനെ ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. മരണാനന്തര ജീവിതം ആ മനുഷ്യ സമത്വത്തിന്റെ ഏറ്റവും വലിയ നിദർശനമാണ്. എല്ലാവരും കൈകെട്ടി പടച്ചതമ്പുരാന് മുന്നിൽ നിൽക്കുന്നു. പ്രപഞ്ചരക്ഷിതാവിന് മുന്നിൽ എല്ലാ അഹങ്കാരങ്ങളും ഭൂമിയിൽ ഉപേക്ഷിച്ചു പോന്നുകൊണ്ട്, എല്ലാ അഹങ്കാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, അഹങ്കാരങ്ങളെ മുഴുവൻ കുഴിച്ചുമൂടി മനുഷ്യർ മാത്രമായി, ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ മാത്രമായി, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നരവർഗത്തിന്റെ പ്രതിനിധികൾ മാത്രമായി, മറ്റെല്ലാ മേൽവിലാസങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് പടച്ചതമ്പുരാന് മുന്നിൽ നിൽക്കേണ്ടി വരുന്നൊരു ദിനം. അവിടെ സ്വാധീനമോ സമ്പത്തോ അധികാരമോ ഉപകാരപ്പെടാത്തൊരു ദിനം. അത്തരമൊരു ദിനത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് അവിടെ സംസ്കരണം ഉണ്ടാകുന്നത്, അവിടെ വിമലീകരണം സംഭവിക്കുന്നത്, ജീവിതത്തിന്റെ വിശുദ്ധീകരണം സംഭവിക്കുന്നത്. ഞാൻ ആരായാലും ശരി, എനിക്കെന്തെന്ത് അധികാരങ്ങൾ ഉണ്ടായാലും ശരി, എൻ്റെ മനസ്സിനകത്ത് ഞാൻ വിചാരിക്കുന്ന തിന്മയുടെ ചെറിയ ചെറിയ വിചാരങ്ങൾ പോലും പടച്ചതമ്പുരാൻ അറിയുന്നു എന്നും ആ വിചാരങ്ങൾ കൃത്യമായി അളന്നു തൂക്കി പരലോകത്ത് കണക്കു നോക്കപ്പെടുമെന്നും ഉള്ള ബോധം മനുഷ്യന്റെ മനസ്സിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോൾ എല്ലാതരം തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ അവന് കഴിയുന്നു. ഇങ്ങനെയായിരുന്നില്ല ലോകത്ത് കഴിഞ്ഞുപോയ മതഗ്രന്ഥങ്ങളുടെയൊന്നും താളുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും അല്ലായിരുന്നു. നമുക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് വിശ്വാസങ്ങൾ, ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് പരികൽപ്പനകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈജിപ്തിലെ പിരമിഡുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദുബായിലാണ് ഞാനിത് സംസാരിക്കുന്നത്. ദുബായ് കെട്ടിടങ്ങളുടെ നഗരമാണ്, ലോകത്തെ പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ നഗരം. യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ഈജിപ്തിലെ ഗിസയിലെ പിരമിഡുകളായിരുന്നു. ആ പിരമിഡുകൾ 13-ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളായി 13-ാം നൂറ്റാണ്ട് വരെ മാനവ ചരിത്രത്തിൽ നിലകൊണ്ട ഈജിപ്തിലെ പിരമിഡുകൾ യഥാർത്ഥത്തിൽ ഈജിപ്തുകാരുടെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിന്റെ നിത്യസ്മാരകമാണ് എന്നതാണ് സത്യം. ഫറോവമാർ ദൈവങ്ങളാണ് എന്നും അവർ സൂര്യ ഭഗവാന്റെ സന്തതികളാണ് എന്നുമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മരണാനന്തരം എല്ലാവിധ ആടയാഭരണങ്ങളോടും കൂടി സൂര്യനിൽ ലയിച്ചു ചേരാൻ, സൂര്യനിൽ സ്വയം വിലയം പ്രാപിക്കുവാൻ ഫറോവമാർക്ക് അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈജിപ്തിൽ പടുകൂറ്റൻ പിരമിഡുകൾ സ്ഥാപിക്കപ്പെട്ടത്. അവിടെ ആ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം അവരുടെ ആരുടെയും ജീവിതങ്ങളെ സംസ്കരിക്കുവാൻ ഉപയുക്തമായില്ല, അവരിൽ നിന്ന് തിന്മകളെ തുടച്ചു നീക്കാൻ ഉപയുക്തമായില്ല. മറിച്ച് രാജാവിനെ മരണാനന്തരവും ബഹുമാനിക്കാനാണ് അത് ഉപയുക്തമായത്. രാജാവിന് വേണ്ടി വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനാണ് അത് ഉപയുക്തമായത്. രാജാവിന് മരണശേഷം അദ്ദേഹത്തെ അടക്കം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ശവക്കല്ലറയിൽ ധാരാളക്കണക്കിന് സ്വർണം അടക്കം ചെയ്യാനാണ് അത് പ്രേരകമായത്. അതല്ലാതെ മനുഷ്യന്റെ ജീവിതത്തെ സംസ്കരിക്കുവാൻ അതൊരിക്കലും പ്രേരകമായില്ല. നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക്. നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിന്റെ കോലം എന്തായിരുന്നു? നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന ദൈവവിശ്വാസത്തിന്റെ തന്നെ കോലം എന്തായിരുന്നു? ഋഗ്വേദമാണ് ആദ്യമായി രചിക്കപ്പെട്ട വേദം എന്ന് വിചാരിക്കപ്പെടുന്നു. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 92-ാം സൂക്തത്തിലെ 90-ാം സൂക്തത്തിലെ 12-ാമത്തെ ഋക്കിൽ വളരെ കൃത്യമായി ഋഗ്വേദം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ബ്രാഹ്മണന്മാർ ദൈവത്തിന്റെ മുഖത്തിൽ നിന്നുണ്ടായവരാണ്, ക്ഷത്രിയരാകട്ടെ ദൈവത്തിന്റെ കൈകളിൽ നിന്നുണ്ടായവരാണ്, വൈശ്യരാകട്ടെ ദൈവത്തിന്റെ ഊരയിൽ നിന്ന്, വിരാട് പുരുഷന്റെ ഊരയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്, ശൂദ്രരാകട്ടെ അവർ ദൈവത്തിന്റെ വിരാട് പുരുഷന്റെ പാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്, ആദിപിതാവിന്റെയും ആദിമാതാവിന്റെയും മക്കളായി പിറന്നു വീണവരാണ്. മനുഷ്യർ മുഴുവനും എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി ഋഗ്വേദ സൂക്തം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ 4 ശരീരഭാഗങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട 4 ജാതികളാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും എന്നാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർ ഏറ്റവും ഉന്നതരാണ്, ശൂദ്രർ ഏറ്റവും അധമരുമാണ്. ആ അധമരായ ശൂദ്രന്റെ ധർമ്മം എന്ന് പറയുന്നത് ഉന്നതനായ ബ്രാഹ്മണനെ പരിപാലിക്കലാണ്. എങ്ങനെ പരിപാലിക്കണം?
എങ്ങനെ പരിപാലിക്കണമെന്ന് മനുസ്മൃതി പറഞ്ഞു തരും. മനുസ്മൃതിയുടെ 9-ാം അധ്യായത്തിലെ 317 വചനത്തിൽ മനുസ്മൃതി നമ്മളോട് പറയും, ബ്രാഹ്മണന്മാർ ദൈവത്തിന് തുല്യരാണ്. ബ്രാഹ്മണന്മാരെ നിങ്ങൾ ദൈവതുല്യം പരിഗണിക്കണം, അവരെ സേവിക്കണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കണം എന്ന് ശൂദ്രനെ ഉപേക്ഷിക്കുന്നു. ഇവിടെ ദൈവവിശ്വാസത്തിന്റെ വൈകല്യം ഒരു വശത്ത് നമ്മൾ കാണുന്നു. അവിടെ മനുഷ്യരെ മുഴുവൻ ദൈവം ഏകോദര സഹോദരന്മാരായി സൃഷ്ടിച്ചു എന്ന വിശ്വാസത്തിന് പകരം 4 തരക്കാരായിട്ടാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നും അതിലൊരു കൂട്ടർ ഉന്നതരാണ് എന്നും വേറൊരു കൂട്ടർ അധമരാണ് എന്നുമുള്ള തത്വം പഠിപ്പിക്കുന്നു. മറുവശത്ത് ആ ദൈവവിശ്വാസത്തിന്റെ സങ്കേതങ്ങളെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ആ ഉന്നതർ ദൈവത്തിന് തുല്യരാണ് എന്ന വിശ്വാസം ഉണ്ടാവുകയും ദൈവത്തിന് തുല്യരായ ബ്രാഹ്മണന്മാരെ സേവിക്കുകയും പൂജിക്കുകയും ശൂദ്രന്റെ കടമയാണ് എന്ന് സമർത്ഥിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ആ ദൈവവിശ്വാസം മനുഷ്യന്റെ സംസ്കരണത്തിന് പ്രേരകമാകുന്നില്ല എന്നാണ്. ഹിന്ദുമതത്തിലെ മരണാനന്തര വിശ്വാസമായി പരിചയപ്പെടുത്തപ്പെടുന്ന പുനർജന്മ സങ്കല്പം, ആ പുനർജന്മ സങ്കല്പം ഛന്ദോഗ്യോപനിഷത്തിലെ 5-ാം അധ്യായത്തിലെ 10-ാമത്തെ കാണ്ഡത്തിലെ 7-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ പറയുന്നത്, ഈ ലോകത്ത് സ്വധർമ്മമനുഷ്ഠിക്കുന്നവർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായോ വൈശ്യനായോ ക്ഷത്രിയനായോ ജനിക്കും. എന്നാൽ ഈ ലോകത്ത് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിൽ പരാജയപ്പെടുന്നവർ അവർ അടുത്ത ജന്മത്തിൽ പന്നിയോ പട്ടിയോ ചണ്ടാളനോ ആയി ജനിക്കും എന്നാണ് ഛന്ദോഗ്യോപനിഷത്ത് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് പുനർജന്മ സങ്കല്പത്തിന്റെ ഒരു ചിത്രമാണ്, അതിൻ്റെ ഒരു കോലമാണ്. നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്ന പുനർജന്മ വിശ്വാസത്തിന്റെ യഥാർത്ഥത്തിലുള്ള നഖചിത്രമാണ് ഈ ഉപനിഷത്ത് സൂക്തത്തിലുള്ളത്. അവിടെ വളരെ കൃത്യമായി പറയുന്നത്, മനുഷ്യർ മരണാനന്തരം ഈ ഭൂമിയിൽ തന്നെ ജനിക്കുന്നു എന്നാണ്. ഈ ഭൂമിയിൽ തന്നെ മനുഷ്യർ ജനിക്കുന്നത് പല ജാതികളിലായിട്ടാണ്. നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ അവർ ബ്രാഹ്മണരായി ജനിക്കും, അവർ ക്ഷത്രിയരോ വൈശ്യരോ ആയി ജനിക്കും. എന്നാൽ ചീത്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾ അടുത്ത ജന്മത്തിൽ പന്നിയോ പട്ടിയോ ചണ്ടാളനോ ആയി ജനിക്കുമെന്നാണ് ഛന്ദോഗ്യോപനിഷത്തിന്റെ പ്രസ്താവന. പന്നിയും പട്ടിയും ചണ്ടാളനുമെല്ലാം ഒരേ നിലവാരത്തിലുള്ള ആളുകളാണ് എന്ന സൂചനയാണ് വാസ്തവത്തിൽ അത് ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഇവിടെ നല്ല കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല കർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനുള്ള സേവയാണ്. ചീത്ത കർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണ നിന്ദയാണ്. ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തെ സംസ്കരിക്കുവാൻ പ്രാപ്തമാകേണ്ട മരണാനന്തര വിശ്വാസം, ആ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ഭാരതത്തിൽ വ്യതിചലിക്കുകയും അത് പുനർജന്മ സങ്കല്പമായി പരിണമിക്കുകയും ചെയ്തപ്പോൾ എന്തുണ്ടായി? ബ്രാഹ്മണർ ദൈവത്തിന്റെ സ്വന്തം ആളുകളായി. അവർക്ക് ജീവിതത്തിൽ സുഖമായി മുന്നോട്ട് പോകാമെന്നായി. അവർക്കടുത്ത ജന്മത്തിലും ബ്രാഹ്മണ ജന്മം ലഭിക്കുമെന്നായി. എന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, ശൂദ്രരായ ആളുകൾ, ചണ്ടാളരായ ആളുകൾ, ആ ചണ്ടാളരായ ആളുകൾക്ക് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ബ്രാഹ്മണനെ പൂജിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഇവിടെയെല്ലാം മനുഷ്യന്റെ ജീവിതത്തെ സംസ്കരിക്കുവാൻ കഴിയാത്ത മരണാനന്തര വിശ്വാസങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ബൈബിളിൽ വിശുദ്ധ പൗലോസ് എഴുതിയ റോമർക്കെഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക, പൗലോസ് എഴുതുന്നത്, ഒരു മനുഷ്യന്റെ പാപം മൂലം ലോകത്തെ മുഴുവൻ ആളുകളും പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ ത്യാഗം മൂലം ലോകത്തിലെ മുഴുവൻ മനുഷ്യരും നീതിമാന്മാരായി തീർന്നു എന്നാണ് പൗലോസ് എഴുതുകയാണ്. അത് എഴുതിയ ശേഷം പൗലോസ് ലോകത്തെ ഒരു ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ആദാം പാപം ചെയ്തതുകൊണ്ടാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരും പാപികളായി മാറിയത്. നമ്മളെല്ലാവരും ജനിക്കുന്നത് പാപികളായിട്ടാണ്. പാപം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒന്നല്ല, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മക്കല്ല പാപം എന്ന് പറയുന്നത്. നമ്മുടെ വെല്ലുപ്പയായ ആദമിന് സംഭവിച്ചു പോയ തെറ്റാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാപം. ആ പാപമാകട്ടെ ക്രിസ്തുവിന്റെ കുരിശുമരണത്തോടുകൂടി ഇല്ലാതായിരിക്കുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപം പൊറുക്കപ്പെടുമെന്നാണ് പൗലോസ് പഠിപ്പിച്ചത്. പിന്നെയോ ജീവിതത്തിൽ നിയമങ്ങളൊന്നുമില്ല, തോന്നിയ പോലെ ജീവിക്കാം, എന്തും ചെയ്യാം. അവിടെ ക്രിസ്തു യേശുവിന്റെ കുരിശുമരണത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു നിയമവും ജീവിതത്തിൽ മുറുകെ പിടിക്കാതെ തന്നെ മരണാനന്തര